പിന്നെ നമ്മളില്ലേ, ഇതാണ് കേദർ എന്ന് പറയുന്ന സാധനം. കേദർ ചുവന്ന ഇറച്ചിയാണ്, 1.5 റിയാൽ. ഇത് അയക്കൂറ, അതായത് നമ്മൾ കിങ് ഫിഷ് എന്ന് പറയുന്ന സാധനം, ഇതുള്ളത് 5.5 റിയാൽ. ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം തരാം. പിന്നെ ആവോലിയുണ്ട്, ആവോലിയുള്ളത് 3 റിയാൽ. ഇത് മൂന്നും തമ്മിലുള്ള, രണ്ടെണ്ണമല്ല മൂന്നും തമ്മിലുള്ള മാറ്റം എന്ന് വെച്ചാൽ, ഇത് വില തുച്ഛം ഗുണം വെച്ചെന്ന് പറയുന്നത്. അതായത് നമ്മൾ റെഡ് മീറ്റും വൈറ്റ് മീറ്റും, ഇതിൻ്റെ കളർ കണ്ടാൽ അറിയാം, ഇത് വൈറ്റാണ്, ഇത് റെഡാണ്. അത് നമ്മളെപ്പോഴും കഴിക്കേണ്ടത് കറി വെച്ചിട്ടായാലും പൊരിച്ചിട്ടായാലും കഴിക്കേണ്ടത്. പൊരിക്കുന്നതിന് ഞാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്തോട്ടെ. കാരണം മീൻ നല്ല ഏതൊരു പച്ചക്കറി ആയാലും മീനായാലും വേവും തോറും അതിനുള്ള വൈറ്റമിൻസ് ആയാലും പിന്നെ വേറെന്ത് മിനറൽസ് ആയാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എത്രത്തോളം തിളച്ച് വേവുന്നോ അത്രത്തോളം അത് മിനറൽസ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഉള്ളതിൽ പിന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന റെഡ് മീറ്റ് കഴിക്കാനാണെങ്കിൽ വൈറ്റ് മീറ്റിന് വില കൂടുതലാണ്. അങ്ങനെയല്ല, മീനിൻ്റെ കാര്യത്തിൽ വൈറ്റ് മീറ്റിന് വില കൂടാൻ കാരണം എന്താ ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. പക്ഷേ റെഡ് മീറ്റിന് വില കുറയും. റെഡ് മീറ്റ് വില കുറഞ്ഞാലും നല്ലത് കഴിക്കാം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്ന ഫുഡിലൊന്ന് വൈറ്റ് മീറ്റിനെ സംബന്ധിച്ചിടത്തോളം വൈറ്റ് മീറ്റിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ മിനറൽസ് കിട്ടുന്നത് റെഡ് മീറ്റിൽ നിന്നാണ്. പിന്നെ ഇതിന് അയക്കൂറൊക്കെ ആവുമ്പോഴേക്കും വില കൂടാനുള്ള കാരണം നമ്മുടെ ജിയോഗ്രഫി, നമ്മുടെ ലൊക്കേഷന്, അതുപോലെ തന്നെ ആ സമയത്തെ സീസണൊക്കെയാണ്. അതുപോലെ അയക്കൂറ പറയാം. പിന്നെ ട്രോപ്പിക്കൽ മീനായതുകൊണ്ട് തന്നെ പിടിക്കുന്നതിന് ചില സമയത്തൊക്കെ പിടിക്കുന്നതിന് ട്രോളിങ് പോലെ പല രാജ്യം, ഇപ്പോൾ ഒമാനിലാണെങ്കിൽ ഒമാനിൽ കൺട്രോളിങ് ഉണ്ട്. അതായത് പിന്നെ 1 മീറ്ററിൽ താഴെയുള്ള മീനുകളെ പിടിക്കാൻ പാടില്ല. അതുപോലെയാണെങ്കിൽ ഇത്ര സൈസിൽ കുറഞ്ഞ മീനുകളെ പിടിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിബന്ധനകളുണ്ട്. പിന്നെ ഇത് ഡെലീഷ്യസ് ആയതുകൊണ്ടാണ് ഇതിന് വില കൂടുന്നത്. അതായത് അയക്കൂറ ആവോലിയുടെ വൈറ്റ് മീറ്റ് ആയതുകൊണ്ടല്ല. ഇതിന് വില കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് അത് പിന്നെ എന്താ പറയുക, നമ്മൾ പേര് കേട്ട വലിയൊരു സംഗതി ആയതുകൊണ്ട്, അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിന് മറ്റതിനെ സംബന്ധിച്ചിടത്തോളം, അതായത് മറ്റു മീനുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പിന്നെ പ്രോട്ടീൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ കലോറി കുറവാണ്, പ്രോട്ടീന് കൂടുതലാണെന്നുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ അയക്കൂറയും ആവോലിയും പ്രൊമോട്ട് ചെയ്യും. അല്ലാണ്ട് ഇത് പിന്നെ കിങ് ഫിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിന്നെ പാംഫ്രറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ആവോലിയാണ് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല ടേസ്റ്റ് എന്നാണ്. ഇനിയിപ്പോൾ എനിക്ക് അയക്കൂറ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് താല്പര്യക്കുറവ് കൊണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ പിന്നെ ടേസ്റ്റും വ്യത്യസ്തമാകുമല്ലോ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം. അപ്പോൾ അറിയാം.